BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് പോലെ അത്ര എളുപ്പമല്ല മുഖ്യമന്ത്രി പദവിയും ഭരണവും എന്ന് ഒരു മാസം കൊണ്ട് VD സതീശന് മനസ്സിലായിരിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് വിവാദമായ PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. ഇതിന്റെ ഭാഗമായി സർക്കാർ സ്വീകരിക്കേണ്ട നിലപാട് തയ്യാറാക്കാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായി മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. മന്ത്രിമാരായ CP ജോൺ, റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവരാണ് ഉപസമിതിയിലെ മറ്റംഗങ്ങൾ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതിയിൽ ചേരാനായി ധാരണാപത്രം ഒപ്പിട്ടതിന് അതിനിശ്ചിതമായി വിമർശിച്ചയാളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശൻ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പിട്ടതുകൊണ്ട് ഇനി പിൻവാങ്ങാനാവില്ലെന്നും മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമെന്നുമാണ് ഇപ്പോൾ VD സതീശൻ പറയുന്നത്. വേണ്ടത്ര ചർച്ച കൂടാതെ ധാരണാപത്രം ഇടതുമുന്നണി ഒപ്പിട്ടതുകൊണ്ടാണ് എതിർത്തത്. ഇടതുമുന്നണിയെ എതിർത്തതിന്റെ ജാള്യത മുഖ്യമന്ത്രി ആയപ്പോൾ മാറ്റാനാണ് VD സതീശൻ ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി കേന്ദ്രം കൊണ്ടുവന്നതാണ് PM സ്കൂൾ ഫോർ റേസിംഗ് ഇന്ത്യ എന്ന PM ശ്രീ പദ്ധതി. പദ്ധതി അനുസരിച്ച് 14,500 സർക്കാർ സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരമുള്ള മാതൃകാ വിദ്യാലയങ്ങളാക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്മാർട്ട് ക്ലാസുകൾ, ഡിജിറ്റൽ ലൈബ്രറികൾ, അത്യാധുനിക സയൻസ് ലാബുകൾ, കായിക സൗകര്യങ്ങൾ എന്നിവ ഇതിന്റെ ഭാഗമായി ഒരുക്കും. കുട്ടികളുടെ സമഗ്രമായ വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പാഠ്യപദ്ധതി, തൊഴിലധിഷ്ഠിത പരിശീലനം, മാതൃഭാഷയ്ക്ക് മുൻഗണന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ സ്കൂളിനും 5 വർഷത്തേക്ക് ശരാശരി 1 കോടി രൂപയുടെ സാമ്പത്തിക സഹായമാണ് ലഭിക്കുക. കേന്ദ്രവുമായി ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞാൽ 60% കേന്ദ്ര സർക്കാരും 40% സംസ്ഥാന സർക്കാരും എന്ന അനുപാതത്തിലാണ് സഹായം. V ശിവൻകുട്ടിയുടെ കാലത്ത് കഴിഞ്ഞ സർക്കാർ ധാരണാപത്രം ഒപ്പിട്ടതിനെ തുടർന്ന് 90 കോടി രൂപ കേരളത്തിന് കിട്ടിക്കഴിഞ്ഞു. 106 കോടി രൂപ കൂടി അനുവദിച്ചിട്ടുണ്ട്. 1446 കോടി രൂപയാണ് ഇതിൽ നിന്ന് കിട്ടുക. സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യവും പഠന നിലവാരവും ഉയർത്തുന്ന പരിപാടി നടപ്പിലാക്കണമെന്നാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രമുഖരും വിദ്യാഭ്യാസ വിചക്ഷണരും ആവശ്യപ്പെടുന്നത്. പാഠ്യക്രമത്തിൽ ഇടപെടാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് ഇപ്പോൾ VD സതീശന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇത് കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണെന്നും കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ പാഠ്യപദ്ധതിയുടെ എല്ലാ വശങ്ങളും പൂർണ്ണമായും നടപ്പിലാക്കേണ്ടി വരുമെന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ടവർ നൽകുന്ന സൂചന. നന്ദി, നമസ്കാരം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.